ഹലോ. ഇങ്ങനൊരു ദിവസം കണ്ടിട്ട് എത്ര ഡേ ആയില്ലേ. സൂര്യൻ അങ്ങ് ഉച്ചയിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. എത്ര ഡേ ആയി ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള പ്ലേസ് ആണ് കേട്ടോ ഇത്. തൊട്ട് ഫ്രണ്ടിൽ ഇതുപോലെ പാടായതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്, നല്ല കാറ്റും ഉണ്ടാവും. തൊട്ടടുത്തൊരു താമരപ്പാടം കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് പോയി വരാമെന്ന് കരുതിയിട്ട് അത് ലക്ഷ്യം വെച്ചാണ് നടപ്പ്. പക്ഷേ താമര ഇല്ലായിരുന്നു കേട്ടോ, നിറയെ ആമ്പലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന കുറച്ച് ആമ്പൽ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ദൂരത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ചെളി ആയതുകൊണ്ട് താഴ്ന്നു പോവോ ഇല്ലയോ എന്നറിയില്ല കേട്ടോ. പാടമാണല്ലോ, അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് കണ്ട കുറച്ച് ആമ്പലാണ് പറിച്ചെടുത്തത്. തൊട്ട് ഇപ്പുറമായിട്ട് നിറയെ വൈറ്റ് കളർ പൂക്കളാണേ. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് ആമ്പലാണെന്നാണ് തോന്നുക, പക്ഷെ ആമ്പലെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള പൂക്കളാണ്. തൊട്ടടുത്ത് ചെല്ലുമ്പോഴാണ് കുഞ്ഞു തരം ലില്ലി ഫ്ലവേഴ്സ് പോലെയുള്ള പൂക്കളാണ് കേട്ടോ. ഞങ്ങളിതാ ഇത്രയും താമര പറിച്ചെടുത്തിട്ടുണ്ട്, താമരയല്ല സോറി, ആമ്പൽ പറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഈ പറമ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനം പറയാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയാനായിട്ട്. ഇവിടെ കൂടുതലും ഞാൻ കണ്ടേക്കുന്ന മരങ്ങളിലൊന്നും ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഒരു ലൈറ്റ് കളർ യെല്ലോ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ തന്നെ നല്ല ഡാർക്ക് കളർ യെല്ലോയും ഉണ്ട്. ഈ പായലൊന്ന് നോക്കിക്കേ, ഒരു റോസ് ഫ്ലവറിൻ്റെ പോലെയില്ലേ. അതിൻ്റെ വലിയ സൈസും ഉണ്ട് കേട്ടോ, കണ്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ നടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്തായാലും വെയിലൊന്നും ഒരു തുള്ളി കളഞ്ഞിട്ടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു പണിയാണിത്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറിയാൽ താന്നു പോണത് അറിയില്ല കേട്ടോ. എന്തായാലും ചെളിന്നൊക്കെ കയറി കണ്ട കാഴ്ചത ഈ ഫ്ലവറാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൂഗിളിൽ നോക്കിയപ്പോൾ ആഴാന്തൽ, മണിപ്പൂമരം, ആഫ്രിക്കൻ ടുലിപ്പ്, സ്പാത്തോഡിയ അങ്ങനത്തെ പേരുകളൊക്കെ കേട്ടത്. ഇത് കണ്ടില്ല, അതിൻ്റെ മുട്ടി ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചമർത്തി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. ഇവരിതിനൊരു പേര് പറഞ്ഞു, അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് സംഭവം. ഇനി കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ ശരി, ബൈ.